ആദ്യം ഇന്നത്തെ പ്രൈം സ്റ്റോറിയിലേക്കാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ രാഷ്ട്രീയ ചർച്ചകൾ അതിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി രാഷ്ട്രീയ നേതാക്കൾക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളിലേക്ക് ചുരുങ്ങുകയാണ്. ഒരു ഭാഗത്ത് CPM പോറ്റി സോണിയാഗാന്ധിയുടെ കൂടെ നിൽക്കുന്ന ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നു. മറുഭാഗത്ത് കോൺഗ്രസിലെ ചിലർ പോറ്റിയും മുഖ്യമന്ത്രിയും ഒന്നിച്ചു നിൽക്കുന്ന ചിത്രങ്ങളും. ഇന്നത്തെ പ്രൈം സ്റ്റോറി ഇതാണ്. ഈ ചിത്രങ്ങളിലെ വസ്തുത അതെന്താണ് നോക്കൂ. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ആദ്യം പോറ്റിയുടെയും നേതാക്കളുടെയും ചിത്രങ്ങളും ആരോപണങ്ങളും എല്ലാം ചർച്ചയായത്. ഇതിൽ ആദ്യത്തെ ഔദ്യോഗിക പ്രതികരണം അത് മുഖ്യമന്ത്രിയാണ് നടത്തിയത്. മുഖ്യമന്ത്രിയുടെ ചോദ്യം ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് സോണിയാഗാന്ധിയെ കണ്ടത്? അതിന് മറുപടി പറയാതെ ആറ്റിങ്ങൽ MP-യായ അടൂർ പ്രകാശ് അങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചു. സ്വന്തം ഭാര്യയോട് പോലും കളിതമാശ പറയാത്ത മുഖ്യമന്ത്രി പോറ്റിയുടെ ചെവിയിൽ പറഞ്ഞുകൊടുത്ത രഹസ്യം എന്താണെന്ന്. ശ്രീ പിണറായി വിജയൻ ആ കാര്യങ്ങൾ വ്യക്തമാക്കണം. അദ്ദേഹത്തിന്റെ ചെവിയിൽ പറഞ്ഞത് എന്നാണ് എന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയോട് പോലും ചിരിച്ചുകൊണ്ട് ഒരു വർത്തമാനം പറഞ്ഞിട്ടുള്ള വ്യക്തിയാണോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഇത് കാണുമ്പോൾ ഒരു ചെറിയ സംശയം തോന്നുന്നുണ്ട്. അടൂർ പ്രകാശിന് തോന്നിയ ആ സംശയത്തിന് മറുപടി നൽകിയത് CPM പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. ചെവിയിൽ തമാശ പറയുന്നത് പോലെ തോന്നുന്ന ആ ചിത്രം അത് AI ആണെന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. പക്ഷേ പല മാധ്യമങ്ങളും മുഴുവൻ ഫോട്ടോയും MV ഗോവിന്ദൻ AI ആണെന്നാണ് പറഞ്ഞാണ് വാർത്ത കൊടുത്തത്. എന്താണ് ശരിക്കും പാർട്ടി സെക്രട്ടറി പറഞ്ഞത്? കേൾക്കാം. CM കൂടിക്കാഴ്ച നടത്തിയില്ല. അത് AI സംവിധാനത്തിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയ ഒരു ഫോട്ടോ ആണ്. അത് പുറത്ത് വരുന്നുണ്ട്. അത് നോക്കാം നമുക്ക്. സുബ്രഹ്മണ്യൻ്റെ ഫോട്ടോൻ്റെ അകത്ത് കൃത്യമായിട്ട് രണ്ടും വേർതിരിച്ചറിയാൻ സാധിക്കുന്ന രീതിയിൽ രണ്ട് ഫോട്ടോ നമുക്ക് കാണാൻ കഴിയും. ഒന്ന് ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് നടന്നു പോകുമ്പോൾ കാണുന്ന ഒരു ഫോട്ടോ ആണ്. ആ ഫോട്ടോ പൂർണ്ണമായിട്ടും പുറത്ത് വരും. അപ്പോൾ അവർ വ്യക്തമാവുമല്ലോ. പിന്നെ ഒന്ന് ചെവി പിടിക്കുന്ന പോലെയുള്ള, ചെവി കടിക്കുന്നില്ല, ചെവി പിടിക്കുന്ന പോലെയുള്ള ഒരു ഫോട്ടോ ആണ്. അത് AI ആണ്. അടൂർ പ്രകാശം കാണിച്ചത് ആ ഫോട്ടോ ആണ്. സുബ്രഹ്മണ്യം പോസ്റ്റ് ചെയ്ത ഫോട്ടോ ആണ്. അത് തെറ്റായ രീതിയിലുള്ള ഒരു ഫോട്ടോ നിർമ്മിച്ചതാണ്. ഒരു നിർമ്മിത ഫോട്ടോ ആണത്. അല്ല, വ്യാജാണെന്ന് വെക്കുന്നത്. നിർമ്മിതാണെന്ന് പറഞ്ഞാൽ പിന്നെ വ്യാജല്ലേ, ഇല്ലാതല്ലേ നിർമ്മിക്കുന്നത്. MV ഗോവിന്ദൻ പറഞ്ഞതിൽ ഒരു ക്ലാരിറ്റി കുറവുമില്ല. കോൺഗ്രസ് നേതാവ് N സുബ്രഹ്മണ്യം പോസ്റ്റ് ചെയ്ത ഒരു ചിത്രം അത് AI ആണെന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. ഇനി എന്താണ് KPCC രാഷ്ട്രീയ കാര്യ സമിതി അംഗമായ N സുബ്രഹ്മണ്യൻ പോസ്റ്റ് ചെയ്തത്? നമുക്കത് വിശദമായി കാണാം. ആ ചിത്രത്തിലേക്ക് നമ്മളിപ്പോൾ രണ്ട് ചിത്രങ്ങൾ കാണുന്നുണ്ട്. ഒന്ന് ഒറിജിനൽ ആണ്, ഒന്ന് AI ആണ്. ആ ചെവിയിൽ മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചെവിയിൽ പിടിക്കുന്നത് പോലത്തെ തോന്നുന്ന ചിത്രം അത് AI ആണ്. ഇത് FIR-ൽ ഉള്ള ചിത്രമാണ്. നമ്മളിപ്പോൾ കണ്ട ആ ചെവിയിൽ പിടിക്കുന്നത് പോലെയുള്ള ചിത്രം അത് വ്യാജമാണ്. ഇതിലാണ് കേരള പോലീസ് കേസെടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വ്യാജ ചിത്രം പ്രചരിപ്പിക്കുന്നതിൽ കേസെടുത്താൽ എന്താണ് കുഴപ്പം? മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം നിൽക്കുന്ന ഒരു ചിത്രം അതാണിപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നത്. ഇല്ല എന്ന് ആരും പറയുന്നില്ല. വ്യാജ ചിത്രം പ്രചരിപ്പിച്ചതിലാണ് പ്രശ്നം. ഇന്ന് ആ പരിപാടിയുടെ മുഴുവൻ ദൃശ്യങ്ങളും മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ടിട്ടുണ്ട്. ാണ് ആ പരിപാടിയുടെ ദൃശ്യങ്ങൾ. എഡിറ്റ് ചെയ്യാത്ത സിംഗിൾ ഷോട്ട് വീഡിയോ ആണ് നമ്മൾ ഈ കാണുന്നത്. ഇനി എന്താണ് പരിപാടി? പോലീസ് വകുപ്പിന് ശബരിമലയിൽ ഒരു ആംബുലൻസിന്റെ സൗകര്യമില്ല എന്നറിഞ്ഞ് ഭീമ ഗോൾഡ് പ്രൈവറ്റ് ലിമിറ്റഡ് ഭക്തജനങ്ങൾക്കായി ഖൂർക്ക മോഡൽ ആംബുലൻസ് നൽകുകയാണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാനായ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരാണ് സർക്കാരിന് മുന്നിലേക്ക് ഈ ഒരു അപേക്ഷ വെക്കുന്നത്. സർക്കാർ അതിന് അനുമതി നൽകുന്നു. ഓഗസ്റ്റ് 20 സെക്രട്ടേറിയറ്റിന്റെ നോർത്ത് ബ്ലോക്കിൽ വെച്ച് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖറും മട്ടന്നൂർ ശങ്കരൻകുട്ടിയും ഭീമ ഗോൾഡിന്റെ ഡയറക്ടറും പങ്കെടുത്ത ചടങ്ങിൽ ആംബുലൻസ് കൈമാറുന്നു. ഈ കണ്ടതാണ് അതിന്റെ ദൃശ്യങ്ങൾ. കൃത്യമായി ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോകുന്നതും ഫോട്ടോ എടുക്കാൻ കൂടെയുള്ളവരെ വിളിക്കുന്നതും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഫോട്ടോ എടുത്തു കഴിഞ്ഞ ആ സെക്കൻഡിൽ പോറ്റിയോട് കൈകൊണ്ട് നീങ്ങാൻ പറഞ്ഞ് മുഖ്യമന്ത്രി നടന്നും പോകുന്നുണ്ട്. ഇതിൽ എവിടെയും കോൺഗ്രസ് നേതാവ് N സുബ്രഹ്മണ്യൻ പോസ്റ്റ് ചെയ്ത ഫോട്ടോ പോലെ ഒരു ദൃശ്യമേ ഇല്ല. കോൺഗ്രസ് നേതാവിട്ട ഫോട്ടോ വ്യാജ നിർമ്മിതിയാണ്.
നേതാവിനെതിരെ കേസെടുത്തിട്ടുണ്ട്. വ്യാജ ഫോട്ടോ പ്രചരിപ്പിച്ചതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഴുവൻ ദൃശ്യങ്ങളും പുറത്തുവിട്ടിട്ടും നിലപാടിൽ ഉറച്ചു തന്നെയാണ് കോൺഗ്രസ് നേതാവായ എൻ സുബ്രഹ്മണ്യൻ. ആധികാരികത ഉറപ്പിച്ചിട്ടാണ് ഫോട്ടോ സമൂഹ മാധ്യമത്തിൽ ഇട്ടതെന്നാണ് എൻ സുബ്രഹ്മണ്യൻ ഇപ്പോഴും പറയുന്നത്. ഈ രണ്ട് ഫോട്ടോവും ഇതുവരെ കഴിഞ്ഞ കുറേ നാളുകളായി സോഷ്യൽ മീഡിയയിൽ പല ആളുകളും ഷെയർ ചെയ്യുന്ന പടമാണെന്നും ഇത് ഫേക്ക് അല്ലെന്നും AI ക്രിയേറ്റ് ചെയ്തതല്ല എന്നും കിട്ടിയ റിപ്പോർട്ടിന് ശേഷമാണ് ഞാനതെൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ പടങ്ങളൊക്കെ നമ്മളങ്ങനെ ചെക്ക് ചെയ്തതാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-ന് കോൺഗ്രസിന് എത്രത്തോളം അഡ്വാൻറ്റേജ് തന്നുവെന്ന് ആരെയും പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമില്ല. അവിടെ നിന്നാണ് ഈ വ്യാജ ഫോട്ടോ നിർമ്മിതിയിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നത്. പാർട്ടിയിൽ ഒരാൾക്ക് മാത്രമാണ് ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടുള്ളത്. ഒരാൾക്ക് മാത്രമാണ് ഇത് കൈവിട്ടു പോവുകയാണെന്ന് മനസ്സിലായത്. അത് പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം നടത്തിയ ഏറ്റവും നിലവാരം കുറഞ്ഞ ഒരു പത്രസമ്മേളനത്തിൽ സോണിയാഗാന്ധിയുടെ കൂടെ പോറ്റിയുടെ ഫോട്ടോ ഉണ്ടെന്നുള്ളൊരു ആരോപണം ഉന്നയിച്ചത്. ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രിയുടെ കൂടെ ഫോട്ടോ ഉണ്ടല്ലോ, ഞങ്ങൾ മുഖ്യമന്ത്രി സ്വർണ്ണക്കൊള്ളയിലെ പ്രതിയാണെന്ന് ഞങ്ങൾ പറഞ്ഞു. ഇങ്ങനെയുള്ള ആളുകൾ പലരിടത്തും പോയിട്ട് പലരുടെയും ഫോട്ടോ ഉണ്ടാവും. ഇവിടുത്തെ വിഷയം അയ്യപ്പൻ്റെ സ്വർണം കൊള്ളയടിച്ച ആളുകൾ. അത് LDF അധികാരത്തിലിരിക്കുമ്പോൾ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റുമാരായിരുന്ന 2 പേരാണ് ജയിലിൽ കിടക്കുന്നത്. ഇനിയും പല പ്രധാനപ്പെട്ട ആളുകളിലേക്കും പോകണം. 1 ഡോക്കുകൾ ഉണ്ട് എന്ന് കോടതി തന്നെ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ആ സ്വർണ്ണക്കൊള്ള മറച്ചു പിടിക്കാൻ വേണ്ടി ഫോട്ടോയുടെ കാര്യം പറഞ്ഞിട്ട് എന്താ കാര്യം? ദിവസം 2 കഴിഞ്ഞു. ഇതുവരെ മുഖ്യമന്ത്രി ചോദിച്ചൊരു ചോദ്യത്തിന് അടൂർ പ്രകാശ് MP മറുപടി നൽകിയിട്ടില്ല. എന്തായിരുന്നു മുഖ്യമന്ത്രിയുടെ ചോദ്യം? രാജ്യം പ്രത്യേക സുരക്ഷ നൽകുന്ന സോണിയാഗാന്ധിയെ എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പലതവണ കണ്ടത്? സോണിയാഗാന്ധിയുടെ വസതിയിൽ ഇവരെയും വിളിച്ചു കൊണ്ടുപോകാൻ മാത്രം അടൂർ പ്രകാശിനും ആന്റോ ആന്റണിക്കും എന്ത് തരം ബന്ധമാണ് ഇവരുമായിട്ടുള്ളത്? ഏകദേശം ഒരു പബ്ലിക് ഫംഗ്ഷൻ ആണല്ലോ ഇത്. അതുപോലെയല്ല ഈ ചടങ്ങിനെ നാം കാണേണ്ടത്. സോണിയാഗാന്ധിയുടെ അടുത്തെത്തലും കൈക്ക് ഇത് കെട്ടിക്കൊടുക്കലും ഒക്കെ ഇവർക്ക് എങ്ങനെ നടത്താൻ കഴിയുന്നു എന്നുള്ളതാണ് നോക്കേണ്ടത്. ഈ പോറ്റിയുമായും ഗോവർദ്ധനുമായും എന്ത് തരം ബന്ധമാണ് അവർക്കുള്ളത് എന്ന് അവരല്ലേ വ്യക്തമാക്കേണ്ടത്. ആ ഫോട്ടോയിൽ സോണിയാഗാന്ധിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും കൂടെ അടൂർ പ്രകാശുമുണ്ട്. താൻ പോറ്റിയല്ല, മറിച്ച് പോറ്റി തന്നെയാണ് കൊണ്ടുപോയതെന്നാണ് അടൂർ പ്രകാശിന്റെ മറുപടി. അല്ല, അത് ഞാനല്ലല്ലോ കൊണ്ടുപോയത്. അദ്ദേഹം എന്നെ കൂടി വന്ന് വിളിച്ചു, അദ്ദേഹത്തോടൊപ്പം പോയി എന്നുള്ളത് ശരിയാണ്. ഞാൻ അതിൽ നിന്ന് ഞാൻ മാറുന്നില്ല. അദ്ദേഹത്തോടൊപ്പം ഞാൻ പോയി എന്നുള്ളത് സത്യാവസ്ഥയാണ്. അതെനിക്കറിയില്ല. അതായത് മുഖ്യമന്ത്രിയുടെ ചോദ്യത്തിന് അടൂർ പ്രകാശിന് മറുപടിയില്ല. എന്നാൽ AICCയുടെ ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലിനോട് ചോദിക്കാം. അന്തം വിട്ട പ്രതി എന്തും ചെയ്യും എന്ന പോലെയാണ് മുഖ്യമന്ത്രി സ്വർണ്ണക്കൊള്ള കേസിലേക്ക് സോണിയാഗാന്ധിയുടെ പേര് കൂടി വലിച്ചെടുക്കുന്നതെന്നാണ് KC വേണുഗോപാൽ പറയുന്നത്. മുന്നോട്ട് പോകുന്നതിൻ്റെ വേവലാതിയും വെപ്രാളവും അത് പല മഹാന്മാരിലേക്കും വീണ്ടും എത്തും എന്നുള്ളതിൻ്റെ വെപ്രാളവും കൊണ്ട് അന്തം വിട്ട പ്രതി എന്തും ചെയ്യുന്നു പറഞ്ഞതുപോലെ അങ്ങനെയുള്ള ചെയ്യുന്ന ഇത്തരം പരാമർശങ്ങൾക്ക് ഞാൻ എന്ത് മറുപടി പറയാനാണ്? ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. സോണിയാഗാന്ധിയെ കണ്ടു എന്ന് പറയുന്നു. സോണിയാഗാന്ധി പിണറായി വിജയനെ വിളിച്ച് പറഞ്ഞിട്ടാണോ പോറ്റിക്ക് കടത്താൻ അവസരം ഉണ്ടാക്കി കൊടുത്തത്? മുഖ്യമന്ത്രിയുടെ ചോദ്യം വളരെ കൃത്യമായിരുന്നു. എങ്ങനെയാണ് സോണിയാഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റ് പല തവണ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കിട്ടിയത്? ശബരിമലയിലെ കീഴ്ശാന്തി മാത്രമായിരുന്ന പോറ്റിയെ ആരാണ് സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് എത്തിച്ചത്? സോണിയാഗാന്ധിയെ കാണാൻ കിട്ടാനില്ല എന്ന പരിഭവം എത്ര തവണ ശശി തരൂർ തന്നെ ഈ അടുത്ത കാലത്ത് മാത്രം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ 1-ാം പ്രതിക്ക് ഇത്ര അനായാസമായി അപ്പോയിന്റ്മെന്റിന് മേൽ അപ്പോയിന്റ്മെന്റ് കിട്ടിയത്?